ഹലോ, ഇന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് സാരിക്കുട്ടീനെ കാണാൻ പോവാണ്. സാരിക്കുട്ടീനെ മാത്രമല്ല, പുതിയൊരാളും കൂടി ഉണ്ട്. ആരാണ്? ഷഹമ ഫാത്തിമ. പേര് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ 40 ഇന്ന്. 40 നമ്മളെല്ലാരും പോവാണ്. കുഞ്ഞുമ്മ ഉണ്ട്, കുഞ്ഞുമ്മാന്റെ മോന്, ഇത് കുഞ്ഞുമ്മ, ഇത് നമ്മുടെ ഷഹീർ, ഇത് നമ്മുടെ ഇർഫാന മോള്, എല്ലാരും ഉണ്ട്. അപ്പൊ കുഞ്ഞുമ്മയൊക്കെ നേരത്തെ പോയി. ഇർഫാന നമ്മുടെ ഒപ്പം ഉണ്ട്. ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കും. ഒരു ബൈക്ക് അവര് പോയി ഓരോ ഭാഗത്തു നിന്നാണ്. അപ്പൊ അവര് പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് വന്നാൽ മതി, ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് അങ്ങനെ വരാന്ന് പറഞ്ഞ്. അപ്പൊ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോവുക. അവരങ്ങനെ വരും. എല്ലാവരും 10-25 ആളുണ്ടാവും. അതെ, 25 ആളുടെ പരിപാടി. അപ്പൊ ഇൻഷാല്ലാ ഞങ്ങൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ കാണിക്കും. നിങ്ങളെല്ലാരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ വീഡിയോ ഒക്കെ. അതാണിത്, കാണണം. പിന്നെ ഉപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ റെഡി ഉണ്ടല്ലേ? ഉപ്പ എപ്പം ഇവിടുന്ന് പോകുമ്പോഴും വെള്ളം എടുത്തിട്ട് പോക്ക്. വെള്ളം ശരിയല്ല, കുടിച്ചത് ആകാൻ പാടില്ല. ഇവിടുത്തെ വെള്ളം നല്ല വെള്ളം. ടാറ്റ കൊടുക്കും. ടാറ്റ. ആ മോള് ടാറ്റ കൊടുത്തേ. പിന്നെ ഇറങ്ങാൻ കേട്ടോ. അപ്പൊ എന്ന് വെച്ചാല് ഇവര് കാറിലാണ് വരിക. ഞാനും പിന്നെ നമ്മുടെ അനിയനും ബൈക്കിലാണ് പോകാനുള്ള പ്ലാനിങ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പോകുന്ന കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. നമുക്ക് അവിടെ വെച്ചിട്ട് കുറച്ച് വീഡിയോസും കാര്യമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുട്ടിയുടെ 40 പരിപാടി. ഓക്കെ, ഇൻഷാല്ലാ അല്ലമ്മാ. അപ്പോൾ കുട്ടിയുടെ 40 പരിപാടി നമുക്ക് അവിടെ പോയിട്ട് പരിപാടിയെല്ലാം കാണാം അല്ലേ? എല്ലാവരും ദുആ ചെയ്യാം. അപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ വീഡിയോ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ശരി, അടുത്തോ ഹെൽമെറ്റ് ഇട്ടോ. വാച്ച് ഇട്ടോ. നെന്മാറെത്തി കഴിഞ്ഞിപ്പാ. കുഞ്ഞിപ്പ പഠിച്ചിട്ടുണ്ടാവൂലോ. എന്നാ എന്നാ അത് ക്ലിപ്പ് ഇട്ടോ. 7 മണിക്ക് പോയതാ. അപ്പൊ ഇർഫാൻ പറയാ കുഞ്ഞിപ്പയും കുഞ്ഞമ്മയും 7 മണിക്ക് പോയി. 7 മണിക്ക് പോയില്ലേ? 7 മണിക്ക് പോയിട്ട് അവരെത്തിയപ്പോഴാണ് അറിയോ നെന്മാറെത്തിയത്. കേട്ടോ, നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ കേട്ടാ. സമയം കണ്ടില്ലേ? 8:51 ഇറങ്ങുന്നേ. ഒരു 9 മണി, കഷ്ടിച്ച് 9 മണി. അപ്പോൾ ഇനി ഞാൻ ബൈക്ക് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അനുജനുണ്ട്. ഇവനാണ് ഇനി അടുത്തത് വീഡിയോ ഫുള്ളും കവർ ചെയ്യാട്ടാ. അപ്പോൾ ഇവന് ഞാൻ ഫോണ് ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പോൾ ഒക്കെ കയറാനുള്ള ആകാംക്ഷയോടെ എത്തിക്കുന്നില്ല. അപ്പോൾ പോവാന്ന്. എന്നാൽ പിന്നെ നമ്മൾ എന്നാ പോവാൻ നോക്കട്ടെ. ചെറിയ ബാഗ് ഇട്ടു കേട്ടോ. ബാഗ് ഇട്ടു, മറ്റേ മൈക്കും സ്റ്റാൻഡൊക്കെ. അപ്പോൾ ശരി, ഇൻഷാല്ലാ. ഓക്കെ, ബൈ ബൈ. നിങ്ങളെ എവിടെ വെച്ചിട്ടുണ്ടാവുക? മണ്ണത്തി വരില്ല പോവാ? കൊല്ലം എത്തിയിട്ട് വിളിച്ചാൽ മതി കേട്ടോ. ശരി, ശരി. അപ്പോൾ എന്നാ ഇത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചോട്ടാ. പിടിച്ചോ, വ്ളോഗാണ്. ടൈറ്റ് ലൂസ് ഉണ്ടോ എനിക്ക് ഹെൽമെറ്റ്? ഞാൻ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ പോവാം. മതി. അപ്പോൾ ഓക്കെ, അവിടെ ശരി കാണാം കേട്ടോ. വണ്ടിയുടെ ചെയിന് വെച്ച് ഓയിൽ കൊടുക്കാൻ വേണ്ടിട്ട് ഇവിടെ കടകളില്ല. ഈ ബാണിയമ്പാറ എത്തിക്കൊണ്ട് ഒരു കട ഉണ്ട്. കയറിയതാ, ഇത് ഓയിലടിക്കാം.
നെറുനീണ്ടി ഈ വഴിക്ക് കൊല്ലംകോട് നെന്മാറ ഈ വഴിക്ക് റൂട്ട് പോണ വഴിക്ക് നല്ല വെള്ളം ദാഹം ചൂടല്ലേ നെറുനീണ്ടിട്ടാ നല്ല കുടിക്കാം നെറുനീണ്ടി പാൽ സർബത്ത്. ഞാനേ ഇതുവരെ കുടിച്ചിട്ടില്ല, കുടിച്ചിട്ട് റിവ്യൂ പറയാം, എങ്ങനെയുണ്ട് നോക്കിട്ട് പറയാട്ടാ. നമ്മള് നെന്മാറ കൊല്ലംകോട് പോണ റൂട്ടാണത്. ഇത് എവിടെ ചെറിയ സ്ഥലം? ചിക്കിലഞ്ചേരി എന്ന് വെച്ചാല് നെന്മാർ റൂട്ടല്ലേ, നെന്മാർ റൂട്ട് ചിക്കിലഞ്ചേരി നടക്കുന്നത്. അപ്പൊ ബൈക്കിൽ ഇതുപോലെ പാസ് ചെയ്യപ്പോണ്ട് പെട്ടെന്നുണ്ട് ഒരു ആകർഷിച്ചാണ് ഈ ഒരു ഷോപ്പ്. അപ്പൊ നല്ലൊരു വൈബാണ്. പിന്നെ ഈ ചൂട്ടത്ത് സൂപ്പറാണ്. ശരി കുടിക്കടാ, കുടിച്ച് റിവ്യൂ പറഞ്ഞേ. സൂപ്പറാ. ഞാൻ കുടിച്ചു പറയാ. അടിപൊളി സാധനം കേട്ടോ, അടിപൊളി സാധനം. പാല് സർബത്തിൻ്റെ ടേസ്റ്റും പാലും വേറെ എന്തൊക്കെ ചേട്ടൻ ചേർത്തുള്ളതിൽ നാരങ്ങ, അതല്ല നാരങ്ങ സെൻസ് അങ്ങനെ ആയിട്ട് വെറൈറ്റി ഇട്ടാ. ഈ ചൂട്ടത്തെ ഈ സാധനം കുടിക്കുന്ന അടിപൊളിയാ. ഇവിടെ ഈ ഒറ്റ മാത്രമല്ലോ ചേട്ടാ ഉള്ളൂ? ഒറ്റ അല്ലേ? ചേട്ടൻ്റെ പേരെന്താ? അജിത്ത് അല്ലേ? ആണല്ലേ? ആ ഇതാ ഷോപ്പ്. നല്ല അടിപൊളി വൈബ് പിടിച്ചല്ല കണ്ട. ഇതാണ് നെറുനീണ്ടി സർബത്ത്. നെന്മാറ പോണ റൂട്ട്, കൊല്ലംകോട് നെന്മാറ പോണ റൂട്ട് കേട്ടോ ഇത്. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യാട്ടോ എല്ലാവരും. ശരി, ബൈ ബൈ. തണ്ണിമത്തൻ ജ്യൂസ് ഇട്ടാ, തണ്ണിമത്തൻ ജ്യൂസ്. ആ നിർത്തി. മറ്റേ അവിടെ ഫുൾ റെഡി ആയിട്ട് എന്താ സെറ്റപ്പ്? തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചിരിക്കാന്ന് പാടുണ്ട്. ടയർഡായാ പടപ്പിന് പോച്ചു വരുന്നുണ്ട്. കൊറേ എത്തിയില്ലേ? സാധനം കുടിക്കട്ടെട്ടാ. ഓക്കെ എന്തേ മേത്തായാ സാധനം കുടിക്കട്ടെ തണ്ണിമത്തൻ. അപ്പൊ ഈ ചൂടത്ത് അവിടുന്ന് സർവത്ത്, ഇവിടുന്ന് തണ്ണിമത്തൻ. ചൂടത്ത് അടിപൊളിയാട്ടാ. ഇത് കഴിഞ്ഞു. പിന്നെ കുടിച്ച് നേരെ പോകാൻ നോക്കാം. അല്ലേ ഈ നേരം അങ്ങോട്ട് അല്ലേ? കൊല്ലംകോടല്ലേ? നേരെ കൊല്ലംകോട്. അതെ ഇപ്പൊ ആ ലോറി വന്നപ്പോ ഉണ്ട് അവിടെ ഉണ്ടല്ലേ സാധനം. ലോറി വന്നപ്പോ ഉണ്ട് ഈ സാധനം ഫുള്ളും. ലോറി അല്ല, കണ്ടെയ്നറാണ്. അത് കണ്ടെയ്നർ വന്നപ്പോ ഉണ്ട് ഈ സാധനം കണ്ട. ഇത് ഫുള്ളും നാത്തിട്ടെടുക്കുക, അത് മെയിൻ റോഡില്. അപ്പൊ ഒരു ജനസേവനം എന്നായിട്ട് ഇറങ്ങിയതാ. നമ്മൾ തൊട്ടടുത്തുണ്ടായിരുന്നതാ. വല്ല ബൈക്കിലൊക്കെ പോണവർക്കൊക്കെ ഭയങ്കര ഇടങ്ങേറ് ബുദ്ധിമുട്ടുണ്ടാവും വണ്ടിയിൽ പോകുന്നവർക്ക്. സക്സസ്ഫുൾ ഒരു ജനസേവനല്ലേ? ജനസേവനം ചെയ്തു കേട്ടാ. അല്ലെങ്കിൽ അത് ഏതെങ്കിലും ബൈക്കുകാരൻ വന്ന് അതിൽ തട്ടി വീണ് എന്തിനാ റിസ്ക്? അതെ അപ്പൊ പല ജീവനും നമ്മൾ രക്ഷകനായിത്തീർന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഒടുവിൽ ഇവിടെ എത്തി. നോക്കിയാ ഇതാരും നോക്കി ഷെയ്സ ഇവിടേക്കാ ഇവിടേക്കാ ആരും നോക്കിയാ ഷെയ്സ് കയ്യിലെത്തിയിട്ട് ആള്.
അങ്ങനെ ഷേജു ഇവിടെ എത്തിയിട്ടുണ്ട് ആള്. നേരെ കണ്ടപാട് ആൾക്ക് നാണം വന്ന് ആകെ പരിങ്ങ കള്ള. അങ്ങനെ ഷേജു എത്തിയിട്ടുണ്ട്. ചേച്ചിയുടെ നാണം വന്നിട്ടാ കൊള്ളോ. നാണം വന്ന എനിക്ക് നാണം വന്ന ചേച്ചി എനക്ക് കുഞ്ഞിപ്പാറ നോക്കിക്കാട് സിത്ത റെഡി ആയിട്ടാ. എവിടേക്ക് പോണേ? 40 കാണാൻ കേട്ടാ. എന്നിട്ടാ 40 കാണാൻ പോകണം അല്ലേ? 40 കുട്ടിയെ 40 പോലെ അമ്മച്ചി വരുന്നുണ്ട്. ഏയ് അങ്ങനെ സുന്ദരി മോളായിട്ട് ഞാൻ മാത്രമല്ല അവർക്ക് ഗെറ്റപ്പാ ഫുള്ള് മേക്കപ്പ് ഒക്കെ ഇട്ട് സൂപ്പറായിട്ട്. വരുന്നുണ്ടാ? ആ വരുന്നുണ്ട്. അപ്പൊ സിത്തു നിന്റെ വീട്ടില് എന്താ വിശേഷങ്ങളൊക്കെ? എന്റെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ സുഖം. ഉപ്പ എവിടെ പോയി? പണിക്ക് പോയില്ലേ? ആ അപ്പൊ പണിക്ക് പോയിട്ടാ. അപ്പൊ സിത്തുവിന്റെ വീട്ടിലെത്തിയപ്പോ ഭയങ്കര സ്വീകരണമായിരുന്നു. വരൂ 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 എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? ആ എന്താ നമ്മുടെ ഫാമിലീസിനോട് എന്താ പറയാനുള്ള എനിക്ക്? നിന്നെ കൊറേ പേര് ചോദിക്കുന്നുണ്ട്. സിത്തു എവിടെ? ആ കൊറേ പേര് ചോദിച്ചിട്ട് തന്നെ. അപ്പൊ എല്ലാരും അന്വേഷണം പറഞ്ഞോ? ആ എല്ലാവർക്കും സുഖല്ലേ? അവര് വരുന്നുണ്ടായിരുന്നു. ഒരു സാധനം എടുത്തിട്ട് നോക്കുന്നുണ്ട് കേട്ടാ. ആകാശോടെ നോക്കുന്നുണ്ട്. അവിടെ ഉമ്മ വരുന്നുണ്ട്. കരിക്ക ഇത് ആ കറിയില്ലേ ചെറിയൊരു ചെപ്പില് കുറച്ച് ശാരി പിടിക്കാം. ആള് ഇപ്പൊ ചമ്മലായി. കൊറേ ആയില്ല വന്നിട്ട്. അപ്പൊ ചമ്മലായി. എന്താ ചിരി? കള്ളച്ചിരി. ഇതൊരമ്മായി. ഇത് കുഞ്ഞിപ്പ. ഇത് ഷേറുഞ്ഞിപ്പൊക്കെ ടാറ്റ കൊടുത്ത് സലാമൊക്കെ പറഞ്ഞ്. ആ സലാമല്ല പറഞ്ഞ് ടാറ്റ കൊടുത്ത് ഷേറുഞ്ഞിപ്പ. താത്തല്ല അമ്മായി. ഇതൊരമ്മായിയാണ്. ഏത് കുഞ്ഞിപ്പ? ഇർഫാനപ്പോൾ പറയണേ എന്നെ അമ്മായിന്ന് വിളിക്കണ്ടേ താത്ത വിളിച്ചായിരുന്നു. ഏതപ്പ സെറ്റപ്പ് ഉമ്മ കൊടുത്തല്ലേ? ആ ഏ വല്യമ്മായി. എവിടെ ഇപ്പോഴോ? കൊല്ലംകോടോ? അല്ല പറ്റിയാ? ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോ ഞങ്ങളിവിടെ എത്തിയിട്ടാ. ഇതാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ ഇത് നമ്മുടെ അളിയനും കാര്യമൊക്കെ അവിടെ അളിയൻ്റെ വീടാണ് ഇതൊക്കെ. പിന്നെ അവിടെ അങ്ങോട്ട് പോകണം. അവിടെ നിന്ന് അവരുണ്ടാവുക കേട്ടോ. അവരെത്തി. നമ്മൾ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി നിന്നു. എന്താ വെച്ചാൽ ഇത് കാളാട്ടോ. കുത്തുനിക്കണ്ട. ഹലോ 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 ഹലോ. അയ്യോ കുത്തുന്നു. പൂച്ച എന്തായി? ആ പൂച്ച റെഡി ആയിട്ടുണ്ട് അവിടെ. പൂച്ച അത് തല അവരോ കൊടുവായിരുത്തവര് ആണോ? നമുക്ക് കയറാം അല്ലേ? നമുക്ക് കയറാം. അവിടെ ആ പെട്ടിയിലുണ്ടല്ലേ പൂച്ച. വരാണ്ട് വരാം.
പൂച്ച പേർഷ്യൻ കച്ചി തുറന്നിട്ട് ഇനിപ്പാ ഇത് കുഞ്ഞിപ്പാട പൂച്ചല്ലേ ഏയ് ദൂരം മേടിക്കണ്ട പേടിച്ചിട്ട്. അപ്പോ നമ്മളെ തൃശ്ശൂരിന്ന് ഏകദേശം ആള് പാലക്കാട് എത്തിട്ടാ. 2 മണിക്കൂറിന്റെ ആള് ജില്ല മാറി. എന്തേ ആ ഫാനില്ല. അപ്പൊ എത്തിട്ടാ എന്താ നമ്മുടെ അച്ചു ഒരായിരത്തടാ ഹായ്. അപ്പൊ ഞങ്ങൾ ഒടുവിൽ നമ്മള് സാലിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഓക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് വരുന്നു കേട്ടോ. അപ്പൊ നമ്മള് വീടെത്തിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ വരുന്നുണ്ട് അവരൊക്കെ അവിടെ. അങ്ങനെ അപ്പൊ കുട്ടിയുടെ 40 എന്നിട്ട് ഇതാ ഉപ്പ എടുത്തിട്ടുണ്ട് കേട്ടാ. ആളെ കാണിച്ചേ ഏയ് അത് നല്ല ഉറക്കത്തിന്റെ ആണോ അല്ലേ? ഞാനും കാലും കയ്യും പാത്തൂനെ കണ്ടുട്ടാ. പാത്തു നല്ല എന്റെ കയ്യിൽ സുരക്ഷിതമായി കിടക്കുന്നുണ്ട്. കാര്യങ്ങളൊന്നുമില്ല. സാലിക്ക് എന്താ പറയാ? സാലിന് കുറെ പേര് അന്വേഷിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഹായ് കൊടുത്തോ? ഒരുപാട് സന്തോഷം. ചൂടുള്ളത് ഇട്ട് കൊടുക്കാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അളിയാ അളിയനാണ് കേട്ടാ നമ്മുടെ അളിയൻ. ആ ഫോട്ടോ എടുക്കാം. ഇത് നമ്മുടെ പെങ്ങളിട്ടാ സൗജിത്താത്ത. ഈ പെങ്ങളുടെ ഹസ്ബൻഡാണ് ഈ അളിയൻ. അപ്പൊ ഇത് നമ്മുടെ സൗജിത്താത്തയും അളിയന്റെ കല്യാണം മോളുടെ കല്യാണത്ത് എന്നാണ് മെയ് 3-നാണ് കല്യാണം. അങ്ങോട്ട് പോ 2 പേരും ഒരുമിച്ചിട്ട്. അപ്പൊ 3-ാം തീയതി മെയ് 3-ാം തീയതി മാഷാ അല്ലാ. അപ്പൊ മോളുടെ കല്യാണമൊക്കെയാണ് അല്ലേ? അപ്പൊ നമ്മള് 2 ദിവസം നേരത്തൊക്കെ വന്നിട്ട് കല്യാണം എല്ലാം പവറാക്കും എന്നൊക്കെയാണ് അല്ലേ? അപ്പൊ കല്യാണം തിരക്കിലും കാര്യമൊക്കെയാണ്. ഫുള്ളും കല്യാണം എല്ലായിടത്തും വിളിച്ച് എല്ലാം കഴിഞ്ഞു. എല്ലായിടത്തും കുറെ വിളിക്കാനുണ്ടല്ലേ? അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ IT കാര്യമൊക്കെ പഠിച്ചിട്ട് സെറ്റപ്പ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയും വിശേഷങ്ങള്. അപ്പൊ ഹായ് കൊടുത്തോ? ഹായ്. ആ ഫോട്ടോ എടുക്കാം. അപ്പൊ നമുക്ക് ഫോട്ടോഷൂട്ട് ഞാൻ ഫോട്ടോ തരാം. അപ്പൊ നമുക്ക് സാലിയുടെ ഫോളോ ചെയ്യുക. അപ്പൊ സാലിയുടെ ഇക്കാട് നമുക്ക് ഫോട്ടോഷൂട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് എടുക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. ചേച്ചിമോളെ ചേച്ചിമോള് വലിയ തിരക്കിലാണ്. അപ്പാ ഞാൻ ഫോട്ടോ എടുക്കട്ടെ എന്നാ. ജിന്ന ഫോട്ടോഷൂട്ട് എടുക്കണ്ട. അളിയന്റെ ബോഡി ഗാർഡ് കേട്ടാ. അളിയന്റെ ബോഡി ഗാർഡ് പോയാ കണ്ടാ? ഇത് കണ്ട, ഇത് അൻസറിനുള്ള പട്ടിയാടത്. ഇതിന് പേരൊന്നും ഇട്ടിട്ടില്ലല്ലോ നമ്മള്. കോമ്പയാ? കോമ്പ. അൻസറിലുള്ള ആളാട്ടത്. ഇവിടുത്തെ നായത് വീട്ടിത്തെ വീട്ടിൽ നായത്ര കണ്ടല്ലേ? ഹലോ ഹലോ. ഇവിടുത്തെ നായേട്ടാ അളിയന്റെ വീട്ടിലത്തെ. നമുക്ക് ഫോട്ടോഷൂട്ട് എടുക്കാം. അപ്പൊ പരിപാടിയാണ്. ഇവനെ കാണിച്ചു കൊടുക്കാം. ഈ ചെറുതാരാന്ന് വെച്ചാലേ നമ്മുടെ മൂത്തുമ്മാടെ ഇക്കട കുട്ടിയാണ്. പക്ഷെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ചെറുപ്പത്തെ കണ്ടതാണ്. ഇപ്പളെ കാണുന്നത്. മനസ്സിലായില്ല പെട്ടെന്ന്. ഇത് നമ്മുടെ മൂത്തക്കാട് ദർവേസ്കാടത്. ഇത് മൂത്തക്കാടത്, ഇത് ഇളയക്കാടത്.
നമ്മളൊന്നും കണ്ടിട്ടില്ലേ ഇപ്പളെ കാണുന്നത് നമ്മള്. ഇർഫാൻകുട്ടി, കരിവണ്ടി രാജപ്പൻ. ഇർഫാൻകുട്ടിയൊക്കെ ഉണ്ട്. ഇർഫാൻകുട്ടിയൊക്കെ എന്ത് റെഡി ഗെയിം കളിക്കുന്നത് റെഡിയാ? ആണോ? ഉണ്ട് കേട്ടാ. ഫോണിൽ ലോക്ക് ഇട്ടുന്നില്ല. ലോക്ക് ഇട്ടിന്ന് കഴിക്ക് പോയി. അളിയുണ്ട്. അളി പിന്നെ ഫുള്ള് തിരക്കിലാണ് കേട്ടോ. അളിയ ഇപ്പൊ വൈകുന്നേരം കഴിക്കാൻ കഴിച്ചോ? ഓ വെള്ളം വേണോ? ആരത് രണ്ടുപേരും പടക്കണ്ടിട്ടാ. എന്താ പറയാള്? നല്ല ചൂട് അല്ലേ? നല്ല ചൂടല്ലേ? ചൂട്. അപ്പൊ ഏകദേശം അല്ലേ? എന്താ പറയാള് പറഞ്ഞോ? ബിരിയാണി രസമുണ്ട്. കഴിക്കട്ടെ എന്നാ കഴിക്കട്ടെ. ഫുഡ് കഴിക്കാന്ന് കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കട്ടെ അവര്. ഓക്കെ. ഇരുന്നിട്ടുണ്ട്. ഉമ്മക്കുണ്ട്. ഉമ്മക്ക് ഇവിടെ പഠിച്ചോണ്ടിരിക്കണ്ടല്ലേ. ഇത് മാമാട്ടാ. ഇതെന്റെ മാമയാണ്. മാമ ഹായ് കൊടുത്തോ. ഹായ്. ജി ബബിള് കുട്ടിയാ? ജി ബബിള് കുട്ടിയാ? ജി ബബിള് കുട്ടിയാ? ബബിള് കുട്ടി. ആരാണ് ഇതെവിടെ വന്ന് നീ പാലക്കാട് വന്നു? ഇതവിടെ ഇക്കട വൈഫില്ല. അളിയന്റെ കമ്പനിയില് അല്ലേ? അവിടുത്തെ അളിയ അളിയന്റെ അല്ലേ വർക്ക് ചെയ്യുന്ന ഓണറിന്റെ മോന്റെ കുട്ടി അല്ലേ? മോന്റെ കുട്ടി ഇതാ ഇവിടേക്ക് പേരക്കുട്ടി. അതെ, അളിയന്റെ ഓണറിന്റെ പേരക്കുട്ടിയാണ് കേട്ടാ. ഹലോ. ഷിയാബെത്തില്ല കേട്ടാ. മെയിൻ ക്യാരക്ടർ ഇവിടുത്തെ പള്ളത്തെ രാജാവ്, പള്ളത്തെ കിങ്. പിന്നെ പ്രത്യേക ഒരു ചാനലൊക്കെ ഉണ്ട്. പക്ഷെ ചാനൽ ഉപയോഗിക്കണ ഞാൻ അയച്ചു തരും. നമ്മുടെ അളിയന്റെ സ്പെഷ്യൽ പായസം കേട്ടാ. സേമിയ പായസം. സൂപ്പർ സൂപ്പർ അടിപൊളി. അളിയനെ സ്പെഷ്യൽ താങ്ക്സ് കേട്ടാ. നമ്മുടെ തൻസീർ കേട്ടാ. അത് തൻസീർക്കാന്ന് വെച്ചാല് പെട്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഉപ്പാക്ക് എത്ര ഏട്ടനന്യന്മാരെന്ന് വെച്ചാല് 5 ആള്. 5 പേരാണ്. അതിൽ ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മുടെ ഇബ്രാഹിം MGT ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. 5ാമത്തെ ആള്. അതില് മൂത്തപ്പ എത്രാമത്തെ ആളാ? 5ാമത്തെ ആള്. മൂത്തപ്പ 2ാമത്തെ ആള്. മൂത്തപ്പ 2ാമത്തെ ആളാണ്. ജയിലാവുദ്ദീൻ എന്നാണ് പേര്. അതില് മൂത്തപ്പയുടെ മൂത്ത മോനാണ്. മൂത്ത മോനെ. ഇത് ഇളയ മോനെ തൻസീർക്ക. പിന്നെ ഒരു പെങ്ങളും കൂടി ഉണ്ട്, ഷംന. ഷംന. അവര് താമസിക്കുന്ന ഇവിടെയാണ്, കൊടുവായൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഇവരങ്ങനെയൊന്നും കാണാൻ കിട്ടാറില്ല, റയറാണ്. അപ്പൊ ഇന്ന് വന്നപ്പോ കണ്ടു. അങ്ങനെ സന്തോഷം. കുറച്ച് വർഷങ്ങളായി ഉണ്ടാവും അല്ലേ? കുറച്ച് വർഷങ്ങളായില്ലേ കണ്ടിട്ട്? നമ്മള് അവസാനമായിട്ട് ചക്കരിക്കാൻ കണ്ടത് ഞാൻ മറ്റേ പള്ളിയിൽ നേർച്ചിക്കാ കണ്ടിട്ടില്ല. തൻസീർഖാനെ പിന്നെ കണ്ടിട്ട് അല്ലേ കുറെ അപ്പൊ ഇവരൊക്കെ നമ്മളെ കാണലുണ്ട്. എങ്ങനെ വെച്ചാൽ നമ്മള് വീഡിയോ ഇടല്ലോ. അപ്പൊ നമ്മളെ ഒരു പരിചയം അവർക്കുണ്ട്, പക്ഷെ നമുക്കാണ് അങ്ങോട്ട് പരിചയമില്ലാത്ത. അപ്പൊ എന്തായാലും ഇന്ന് എല്ലാവരെയും കാണാൻ പറ്റി കുടുംബക്കാരെ. എന്താ പറയണ്ട്? 40 അല്ലേ? ചിത്തൂര് 40 മൂത്താൾ ഡേഞ്ചറാന്ന് പറയുന്നു ഉമ്മ. ആ അല്ല ഇടി കിട്ടു ചിലപ്പോ. പിന്നെ മൂത്തുമ്മയും മൂത്താപ്പയും വരാൻ പറ്റില്ല അല്ലേ? അവർക്ക് പിന്നെ മൂത്താപ്പ വരാന്നാ പറഞ്ഞു. മൂത്താപ്പ വന്നിട്ടില്ല. മൂത്തുപ്പാക്ക് പിന്നെ വരാൻ അങ്ങനെ നമ്മളെ ഉണ്ണീനെ കണ്ടുട്ടാ. ഉണ്ണീനെ കണ്ട് ഉടുപ്പൊക്കെ ഇട്ട് അടിപൊളിയായി എല്ലാവരും സന്തോഷത്തിലാണ്. ഇപ്പൊ ഇനി ഭക്ഷണം കഴിക്കാനുണ്ട്. അത് മാത്രമല്ല ഉണ്ണീനെ കാണിച്ചു തരാം, കറക്റ്റായിട്ട് കാണിച്ചു തരാം. തല ഒന്ന് പൊന്തിച്ച് ആള് നല്ല ഉറക്കത്തിലാണ് കേട്ടാ. ഉറക്കമാണ്, ഒരു ശല്യമൊന്നും ഇല്ല, കരച്ചിലും പിടിച്ചിലൊന്നും ഇല്ല. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഉറങ്ങട്ടെ. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് നമ്മള് ഡ്രസ്സൊക്കെ ഇട്ടൊരു സമാധാനത്തിൽ ആൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഷഹമ ഫാത്തിമ അപ്പൊ ഉറങ്ങട്ടെ. അപ്പൊ ഇന്നത്തെ 40ാം ദിവസം ചടങ്ങില് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്താം അല്ലേ? അങ്ങനല്ല, എത്രയും പെട്ടെന്ന് ഇനി 5ാം മാസം 7ാം മാസം ഒക്കെ ആയിട്ട് ഇനി അങ്ങോട്ട് വരുന്നതായിരിക്കും. സിത്തു പറഞ്ഞിട്ടാ. സിത്തോ അപ്പൊ സാരിക്ക് എന്താ പറയല്ലേ?
സന്തോഷം. 40 കഴിഞ്ഞു അല്ലേ? മാഷാ അല്ലാ. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, സാരിക്കുട്ടീനെ ഉണ്ണീനൊന്നും കാണിക്കില്ല ഇപ്പൊ നിങ്ങൾ എല്ലാരും കണ്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും സമൃദ്ധിക്ക് അല്ല സമാധാനത്തിൽ കണ്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഭക്ഷണം കഴിക്കണ കാര്യങ്ങളൊക്കെ കാണാട്ടാ. ഉമ്മ എല്ലാവരും തിരക്കാണ്. ഞാൻ ചെറിയ രീതിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടാ. ഇതോടെ ഷിയാബിന്റെ ചെറുതിട്ടാ, ചെറിയ കുട്ടി. അത് മൂത്തോന് അവന്റെ പോലെ തന്നെയാ. മൂത്ത എന്റെ പോലെ തന്നെയല്ലടാ. ഒക്കെ അതിന്റെ പോലെ തന്നെയാണ്. ഡയലോഗിനൊരു കുറവില്ല. അപ്പോൾ സിസ്റ്റൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെന്നാല് ഫുഡ് അടിച്ചിറങ്ങിയിട്ട് വിശന്നിട്ട് ചെയ്യാം. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞില്ല സിസ്റ്റോ? ഓക്കെ സെറ്റല്ലേ? സെറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ഫുഡ് അടിച്ചിറങ്ങിട്ട് കിടക്കാം അല്ലേ? ഓക്കെ ഫുഡ് അടിക്കാം. ഇല്ല നമുക്ക് ഫുഡ് അടിക്കാം. അപ്പോൾ അവിടെ പരിപാടിയിലൊക്കെ ഉഷാറാവുന്നുണ്ട്. ഫുഡ് അടിക്കാം. ഓക്കെ ഇതൊക്കെ നമ്മുടെ ഇക്കട മക്കളുണ്ട്. എന്തൊക്കെ അറിയുന്നേ? അറിഞ്ഞാ നമ്മുടെ ഇക്കട കുട്ടിയാണ് കേട്ടാ. ഇക്കട കുട്ടി ഇതുണ്ടല്ലേ, ഇതൊക്കെ ഇക്കട കുട്ടികള്. ഇതൊക്കെ നമ്മുടെ ഇക്കട കുട്ടികളും ഇത് നമ്മുടെ പെങ്ങളുടെ കുട്ടിയാട്ടാ. ഇതൊക്കെ ഇതാണ് നമ്മുടെ ഷംന. ഇങ്ങോട്ട് വായോ ഇങ്ങോട്ട് വാ. ഓടി കണ്ട വഴി ഓടിയവരൊക്കെ. എന്റെ പേര് കുട്ടിന്റെ പേര് പറഞ്ഞ. ഇത് നമ്മുടെ ഇക്കാട കുട്ടി, ഇത് നമ്മുടെ പെങ്ങളുടെ കുട്ടി, ഇത് നമ്മുടെ ഇക്കാട കുട്ടി. അങ്ങനെ കേട്ടാ. പേര് പറഞ്ഞേ? തഹിയ, അൻഷിഫ. പേര് പറഞ്ഞേ? പേര് പറ. പേര് പറഞ്ഞേ? നീ പറയുന്നു. പേര് പറഞ്ഞേ? അപ്പൂസ്. എന്റെ പേരെന്നാ? അറിയില്ലേ? പറയില്ല. അപ്പൊ ഈ കുട്ടിപ്പെട്ടാലും കുറെ ഉണ്ടല്ലേ, ഇതൊക്കെ ഇക്കന്മാരെ കുട്ടിയാട്ടാ. നിന്റെ മക്കളാണതൊക്കെ. ഇവർക്കൊക്കെ ഞാൻ കുഞ്ഞിപ്പേട്ടാ. അതാരൊക്കെ? 1 3 4 5 6. ഇതില്ല കുഞ്ഞിപ്പ വീട്ടില്. ഇത് അപ്പം ഇവർക്ക് എല്ലാതും ഞാനെന്നൊരു വ്യക്തി കുഞ്ഞിപ്പയാണ്. അതുപോലെ തന്നെ ഇക്ക അതും കുഞ്ഞിപ്പയാണ്. നമ്മളേ ഷിയാബിന്റെ വീട്ടിന്റെ അവിടെ നിന്ന് മാങ്ങ പൊട്ടിക്കണം. ഏതാണെന്നറിയോ? ഏതായാലും മാങ്ങ കിളിമൂക്കല്ലേ? കിളിമൂക്കല്ലേ വലിയ മാങ്ങ. ആ സാധനം മാങ്ങ പൊട്ടിക്കാൻ പോകട്ടാ. അപ്പോൾ ഷിയാൻ്റെ വീട്ടിലുള്ളത് തോട്ടി ഷിയാൻ്റെ വീട്ടിലാണ്. അവിടെ എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ. മാങ്ങ പൊട്ടിക്കട്ടാ. എന്താ ഇതാണ് കേട്ടാ തോട്ടി. ഇതൊക്കെ കണ്ട, ഇതൊക്കെ മാങ്ങ ബിസിനസിൻ്റെ മെയിൻ ആൾക്കാരാട്ടോ. അതൊക്കെ ഇവരാണ് ഇവിടുത്തെ ഫുള്ളും മാങ്ങയുടെ മെയിൻ ആൾക്കാർ. നോക്കി ഇതിപ്പോൾ ഫുള്ളും ഇല്ലേ, ഫുള്ള് മാങ്ങ. ഇത് മതിടാ. ഇപ്പൊ അങ്ങനെ പല്ലി അല്ലേ ഇത്? ഇവിടെ പല പല പേരിട്ടാ മാങ്ങിക്ക്, പല പേരാ. ഇർഫാൻകുട്ടി എടുക്കടാ. മാങ്ങ പൊട്ടിക്കാൻ പോവാ. മാങ്ങ പൊട്ടിക്കാൻ പോവാട്ടാ. മാങ്ങ പൊട്ടിച്ചിട്ട് പോവാ. അല്ല ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഫുള്ള് നോക്കിയേ. ഈ വീടിന്റെ ഫ്രണ്ട് കണ്ട, വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കണ്ട മാങ്ങ ആദ്യമായിട്ട്. അപ്പോൾ മാങ്ങ പൊട്ടിക്കാൻ വേണ്ടി ഒന്ന് കേട്ടാ. ഇത് നമ്മുടെ ഏകദേശം നമ്മുടെ മാങ്ങ പൊട്ടിക്കുന്നതല്ലേ തോട്ടയായിട്ട് നമുക്ക് പോവാം. ഷിയാബിന്റെ സിങ്കടി ഉണ്ട് അവിടെ. അയ്യോ ചെറുതാടാ ഫുള്ള് മറ്റേ കിളിമൂക്ക് ടൈപ്പല്ലേ ആ സാധനം കേട്ടാ. നമ്മളവിടെയൊക്കെ എന്ന് കഴിഞ്ഞാൽ ഉപ്പിലൊക്കെ ഇട്ട് വയ്ക്കില്ലേ ആ ടൈപ്പ് സാധനം. അത് പക്ഷെ കുറച്ചുകൂടി വളരാണ്ട്. ഹായ് കൊടുത്തേ, ഹായ് കൊടുത്തേ, ഹായ് ഹായ്. ഇത് ഫുള്ളും മാങ്ങ മരങ്ങളാട്ടാ. അവിടെ ഇത് കാണുന്നത് ഇതൊക്കെ ഫുള്ളും മാങ്ങത്തോട്ടാ. ഇവിടെ നിന്നാണ് ഇവര് മാങ്ങക്ക് എടുത്ത് കൊണ്ടുപോയിട്ട് ഒക്കെ ഫുള്ളും ബിസിനസ് കേട്ടാ.
എന്താ എന്റെ പേര് പ്രവീഷ്. പ്രവീഷ്. നോക്കിട്ട് ഒരുപാട് മോളി കണ്ടാ ജസ്റ്റ് തോറ്റിട്ട് കണ്ട് ചെറുത് മുട്ടേ പെൺകുട്ടിയെ തോറ്റ് കൊടുത്ത എടാ ശരിയാ ആ തോറ്റ് കൊടുത്തേ കേക്കാണല്ലേ ചാടി പിടിച്ച് കയറി ചെയ്യാൻ നോക്കി കരു പുലുണ്ട് വലുതൊക്കെ പൊട്ടിക്കാൻ വേണ്ടിട്ടേ അത് പറയുന്നത് നമുക്ക് ഇപ്പൊ നമുക്ക് തിന്നൊരാഗ്രഹം ഈ സാധനം ഉപ്പും കൂട്ടി മുളകും കൂട്ടിയിട്ട് അപ്പൊ ആള് അതെ അവരാഗ്രഹം അപ്പൊ അവ നേരെ എന്നിട്ട് പറഞ്ഞ് നമുക്ക് നേരെ എന്ത് ചെയ്യാ എന്റെ മാങ്ങനെ പൊട്ടിക്കാൻ എന്നിട്ട് തന്നെ പൊട്ടിക്കാൻ നിൽക്കാം സാധനം പൊട്ടിച്ച് ഫങ്കുട്ടിയാ കെട്ടിയവരുടെ വീടിനട്ടാ കിട്ടിയല്ലേ കിട്ടി 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 പിടിച്ച് പിടിച്ച് ശരി പിടിച്ചാ ഓക്കെ മതി മയറാ ചെയ്യാ മതി ഇതാണ് സാധനം ഇട്ടാ കണ്ടാ ഇത് വലിയ മൂത്തതല്ല എന്നാലും കുഴപ്പമില്ലാണ്ട് മൂത്തിട്ടുണ്ട് സാധനം കേട്ടാ ഇതൊക്കെ പിന്നെ ചെറുതുകൾ അതൊക്കെ മൂക്കാഞ്ഞ് ഒരുപാടുണ്ട് ഈ സാധനമാണ് മുറിച്ച് പിടിച്ചിട്ട് ഉപ്പും മുളക് കുട്ടി പടക്കുന്ന സാധനമല്ലേ അതാണ് കേട്ടത് കിളിമൂക്ക് സൈസ് കിളിമൂക്കാണത് അല്ലേ നമ്മളവിടെ കിളിമൂക്കുന്നല്ലേ ഇനി പറയാ അല്ലേ നിങ്ങളുടെ ഇവിടെ എന്താ പറയാ അതിനെ കിളിമൂക്കുന്നല്ലേ ആ കിളിമൂക്ക് എടാ കിളിമൂക്കുന്നില്ലേ പക്ഷെ ശരിക്കും പറയാ അല്ലേ ആ ഇതാണ് കിളിമൂക്ക് സാധനം കേട്ടോ ഉപ്പിലിട്ടിട്ട് പടക്കണ സാധനം അല്ലേ വലിയ സൈസാട്ടാ ഇതല്ലേ ഇതിന് വലിയ സൈസ് ആവൂലേ ഉണ്ണിയത് ഇത് വലുതാവൂലേ ഇതിന് വലുതാവെന്ന് പറയുന്ന കേട്ടാ പ്രവീഷ് എത്ര പഠിക്കുന്ന 7th ഇയൊക്കെ ഇതിന്റെ പരിപാടി തന്നെ എന്താ ചെക്കന്മാര് സ്കൂൾ വെക്കേഷൻ ആയപ്പോ തോട്ട എന്റെ അച്ഛൻ്റെ എന്താ അച്ഛനാ ചേട്ടനാ ആണോ ശരി ശരി അപ്പൊ ചെക്കന്മാര് ഫുള്ള് പറയല്ലേ ഈ ഒരു വെക്കേഷൻ ആയി കഴിഞ്ഞാല് ഈ മാങ്ങ പരിപാടി നടക്കൂട്ടാ മതിയാ ചെയ്യാൻ മതി അപ്പൊ മാങ്ങ ഈ സാധനം പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് സിത്തുവിനും കാര്യക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സാധനം അപ്പൊ ഉപ്പും മുളക് ഇട്ട് നമുക്ക് വൃത്തം പിടിക്കാം കേട്ടാ ഓക്കെ അപ്പൊ ബൈ ഒരു ചെയ്യാനടുത്ത് മാങ്ങ ചോദിച്ചതാ ഉപ്പിട്ട് കഴിക്കാൻ വേണ്ടിട്ട് മുളകിട്ട് കഴിക്കാൻ വേണ്ടിട്ട് ആടല്ലേ അവര് മാങ്ങ തോട്ടം തന്നെ വലിച്ചിന്ന് ഇതൊക്കെ ഫുള്ള് തന്നെ കേട്ടാ ഒക്കെ ഫുള്ള് മൂത്തല്ലേ ചേട്ടത് ആ ഫുള്ള് മൂത്ത സാധനങ്ങൾ കേട്ടാ ഇത് ഉമ്മാനെയൊക്കെ അറിയാന്നുണ്ടോ ആണോ പിന്നെ നമ്മള് ബദർസ്ഥാനില്ലേ നേരത്തെ പള്ളി സ്ഥാനല്ലേ ആ നമ്മുടെ പള്ളിക്കടുത്ത മാങ്ങ സെറ്റ് ആയിട്ട് കേട്ടാ അപ്പൊ എനിക്ക് പോവാ അല്ലേ അങ്ങോട്ട് പോവാ സൗണ്ടി പോലെ നമുക്ക് ഓക്കെ ഹലോ അപ്പൊ ചേച്ചോ എന്തായാലും സത്ത് നമ്മളേ ഫാമിലി ആയിട്ട് പോണത് നമ്മള് നേരെ പോണത് നമ്മുടെ ഈ വീടിന്റെ അടുത്ത് കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ആനമാരപ്പള്ളി എന്നുണ്ട് കേട്ടോ ആനമാരപ്പള്ളി എന്നുണ്ട് ആനമാരി പള്ളി എന്നുണ്ട് അപ്പൊ ആ പള്ളിക്കല് പോവാൻ കേട്ടാ ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മള് ഉമ്മാണെങ്കിൽ ഓരോ എന്തെങ്കിലും പോയിട്ട് അവിടെ പോയി ദുവാ ചെയ്തിട്ട് യാസീനോട് ദുവാ ചെയ്തിട്ട് വരും അപ്പൊ ഇന്നപ്പോ പോവാൻ കേട്ടാ അല്ലമ്മാ അപ്പൊ സാലിണ്ട് ഉമ്മ ഉണ്ട് ഇതപ്പുറത്ത് സിത്തുണ്ട് അപ്പൊ നമ്മള് പള്ളിക്ക് പോവാണ് അപ്പൊ പള്ളിക്ക് പോണ കുറച്ച് വിശേഷങ്ങളെല്ലാം കാണാം പള്ളി പോയി കഴിഞ്ഞിട്ട് പിന്നെ സാലിനെ വീണ്ടും വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് നേരെ കുടുംബത്തോട് പഠിക്കാന് അപ്പൊ ആ സിത്തുവിനെ കൊണ്ടാക്കണം പോണേക്ക് അപ്പൊ ആ ഒരു കുഞ്ഞു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടാ ഉണ്ണിയാവ് ഉറങ്ങാണ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ട് ആളെ ഹാപ്പി ആട്ടാ ആളെ ഹാപ്പിയാണ് കേട്ടാ അപ്പൊ നമുക്ക് പള്ളി വെച്ച് കാണാം അല്ലേ എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് പറഞ്ഞോ ആ ദുആത്തിന് വരാം അല്ലേ ചിത്തുവാ എന്താ പറയാനുള്ളത് ഓക്കെ എന്താ പറയാനുള്ളത് ആ സന്തോഷം എന്ന പരിപാടി അങ്ങനെ നമ്മളെന്താ പറയാ റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞു നമ്മള് രാവിലെ നേരത്തെ തന്നെ എത്തി ഇനിയിപ്പോ ഷമീർ പറഞ്ഞ പള്ളിക്ക് പോവാണ് ഇവിടെ എന്ത് വിശേഷങ്ങളും നമ്മളിങ്ങോട്ട് വന്നാലും 18 മഹല്ല് ചേർന്നിട്ടുള്ളതാണ് ഒരു പള്ളിയാണ് ഈ ആനമാരി പള്ളി എന്ന് പറയണത് മയ്യത്ത വയ്ക്കണ പള്ളിയാണ്
അപ്പൊ ഞങ്ങൾ ഇവിടെ എപ്പോ വന്നാലും ഒന്നില്ലെങ്കിൽ വല്ല നെയ്യത്തുണ്ടാവും, വല്ല ജാറം മോടുന്നതോ അല്ലെങ്കിൽ വല്ല യാസീനോ ഓതുന്നതോ ഒക്കെ ഒരു നെയ്യത്തുണ്ടാവും. അപ്പൊ സാധാരണ പോവാറുണ്ട്. ഇൻഷാല്ലാ ഇന്നൊന്ന് പോവാന്ന് വെച്ചു. 40 കഴിഞ്ഞിട്ട് പള്ളിയിൽ ഒന്ന് കയറി ഒന്ന് ദുആ ചെയ്തിട്ട് പോവാന്ന് വെച്ചു. പിന്നെ ഇത് കഴിഞ്ഞ് ഇനി സാരിക്കുട്ടീനെ ഇവിടെ കൊണ്ടാക്കിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്ന പരിപാടിയാണ് ഇൻഷാല്ലാ. അപ്പൊ അങ്ങനെ അപ്പൊ പിന്നെ ഷെയ്ജമോൾക്ക് 2 വാക്ക് പറയാം. ഷെയ്ജമോളെ എനിക്ക് 2 വാക്ക് പറയാം. എന്താ പറയാനുള്ളത്? ഷെയ്ജമോളെ കാറിലേക്ക് ഭയങ്കര ഹാപ്പി ആട്ടാ. അപ്പൊ അവിടെ ചെയ്യണം. ഓക്കെ ബൈ. അവിടുന്ന് ചീരന് മേടിച്ചിട്ടുണ്ടല്ലോ. ചീരനെയും പഴം മേടിച്ചിട്ടുണ്ട്, പിന്നെ ചന്ദനത്തിരിയും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പള്ളിക്കൽ കയറിയിട്ട് ഒന്ന് ദുആ ചെയ്ത് യാസീനൊക്കെ ദുആ ചെയ്തിട്ട് നേരെ പോവാം കേട്ടോ. എന്താ നമ്മുടെ അനമാരി പള്ളി കേട്ടോ. എന്നുവെച്ചാൽ ഉമ്മാടെ ഉപ്പാനെയും ഉമ്മാടെ ഉമ്മാനെയും ഒക്കെ കബറടക്കിയുള്ളത് ഇവിടെയാണ് കേട്ടോ. ഒരു ചെറിയ മക്കാമുണ്ട്. അപ്പോൾ അവരുടെ പേരിലൊന്ന് യാസീനൊക്കെ ഊതിയിട്ട് പോവാം ഇൻഷാല്ലാ. ഓക്കെ, നമ്മുടെ ആനമാരി പള്ളി കേട്ടോ. ഇതിനുള്ളിലാണ് ചെറിയ മക്കാമും കാര്യമൊക്കെ ഉള്ളത്. ഇവിടെയാണ് ഫുള്ളും ഖബർസ്ഥാനം, ഫുള്ളും ഈ ഭാഗത്താണ് കേട്ടോ ഫുള്ളും ഖബർസ്ഥാനുള്ളത്. സ്റ്റേജ് അറിയാം. ഈ ഭാഗത്താണ് ഫുള്ളും ഖബർസ്ഥാനും കാര്യമുള്ളത്. ഈ സൈഡും ഫുള്ളും ഖബർസ്ഥാനാണ്. അപ്പോൾ ഉമ്മാടെ ഉപ്പ, അതുപോലെ ഉമ്മാടെ ഉമ്മ, അതുപോലെ ഉമ്മാടെ ഫാമിലിപ്പെട്ട ഒരു എല്ലാവരും ഇവിടെയാണ് കബറടക്കിയുള്ളത് കേട്ടോ. 18 പള്ളിക്ക് ഒരു മഹല, അങ്ങനെ 18 പള്ളിക്ക് ഒരു മഹല. അത് 18 പള്ളിക്കല്ല, 18 മഹലിന് ചേർന്നിട്ട് ഒരു മയ്യത്ത് അങ്ങനത്തെ അല്ല ഖബർസ്ഥാന്. ശരി അവിടെ മാ നോക്കിയാ അവിടെ ആ ബാത്റൂമിന്റെ ആ ഭാഗത്താണ് ഉമ്മാനെ. ഇവിടെയാണ് എൻ്റെ ഉപ്പാന്. ഉമ്മാടെ ഉപ്പാനും ഉമ്മാടെ ഉമ്മാനും ഒക്കെ ഇവിടെ അല്ലേ? ഉമ്മാടെ ഉപ്പാനെ ഉപ്പാടെ ഉമ്മാടെ ഉപ്പാടെ പാരമ്പര്യമായിട്ട് എല്ലാവരും ഉപ്പ മൂത്തുപ്പ എല്ലാവരും നമ്മുടെ തറവാട് ഇതാണ് ഇവിടെ കേട്ടാ. ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് കബറടക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉമ്മ എപ്പോൾ ഇങ്ങോട്ട് വന്നാലും ഉമ്മ ഇങ്ങോട്ട് വരും. അതാ ചിത്തിനാര ഇവിടെ ഉള്ള ഇതൊക്കെ പേരക്കുട്ടികളാണ്. ചിത്തിന്റെ ആരല്ല, ഇതൊക്കെ എന്റെ പേരക്കുട്ടികളാണ്. ഉപ്പയാ ഉപ്പ ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. ചീരനില് കവറുണ്ട്. ചീരനിലാണ്. സത്തേ എന്തേ ചേച്ചോ 18 മഹലത്തിനല്ലേ? ശരി പോവാ പോവാ. പള്ളിക്കലത്തെ ദുആവും കാര്യമെല്ലാം കഴിഞ്ഞ് എന്താ പോവാൻ കേട്ടാ. ഞാനും ചേച്ചമ്മളൊക്കെ ഇവിടെ ഉണ്ട് പോവാൻ കേട്ടാ. അവരെ പോവാൻ വേണ്ടിട്ട് റെഡി നിൽക്കുന്നിട്ട് നമുക്ക് പോവാം. സിത്തോ കഴിഞ്ഞില്ല, ഇനി പോവാം. കയറിക്കോ, നോക്കി കയറിക്കോ. അപ്പോൾ പരിപാടി എല്ലാം കഴിഞ്ഞ് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ റാത്തായിട്ട് കഴിഞ്ഞിട്ടാ. അപ്പോൾ ഇനി നേരെ പരിപാടി എല്ലാം കഴിഞ്ഞ് നേരെ പോവാൻ നോക്കുകയാണ്. അപ്പോൾ എല്ലാം ഓക്കെ ഭംഗിയായിട്ട് കിടന്നു കേട്ടോ. അപ്പോൾ ഇക്കത കാർ ഷർട്ടാക്കിയിട്ടുണ്ട്, അവർ വരുന്നുണ്ട്. പിന്നെ പോവാം ട്ടാ. എന്നാ പോയില്ലപ്പാ, പോവില്ലെന്നാ ശരി ഓക്കെ. എന്താണ് കേട്ടാ നമ്മുടെ കൊല്ലങ്കോട് പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് പറഞ്ഞല്ലേ. പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ളും ഇതെന്ന് സംഭവം അറിയുമോ? എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ ഫുള്ളും കൊയ്ത്തൊക്കെ കഴിഞ്ഞുകൊണ്ടേ ഉണ്ടാ, കൊയ്ത്തെല്ലാം കഴിഞ്ഞുകൊണ്ട് ഒരു വേറെ തന്നെ കേട്ടോ പച്ചപ്പ് വരണം. പച്ചപ്പ് വരുമ്പോഴാണ് ഇവിടുത്തെ വൈബ് സൂപ്പറായിട്ടുണ്ടാവുക ഉണ്ടാ. അപ്പം നമുക്ക് അങ്ങോട്ട് പോകണമെന്നില്ല, നമ്മളൊക്കെ പിന്നെ ഓൾറെഡി അങ്ങോട്ട് പോയിട്ടൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകണില്ല കേട്ടോ നമ്മൾ. ഇവിടെ ഉണ്ട്. ഹലോ ഇതോ എന്തൊരു സാധനത്? ചേച്ചോ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ സമയം എത്ര ഇപ്പോൾ സമയം കണ്ടല്ലേ 6:20. ഇവിടുന്ന്
ഒരു മിനിമം ഒരു 15-10 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് നേരെ 6:30 കഴിഞ്ഞാൽ 7, 8:30 ഒരു 9 മണിയാകുമ്പോൾ പിടിക്കാൻ പറ്റും. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ പിടിക്കാം കേട്ടോ, നാട്ടിലെത്തും. അപ്പോൾ അങ്ങനെ അപ്പോൾ പിന്നെ എന്താ പൊട്ടിക്കുന്നുണ്ട്. എന്തൊരു സാധനം അത്? ഇതെന്തൊരു സാധനോ? അങ്ങ് കഴിക്കരുത്. ഇതാ ഇതെന്തൊരു സാധനം? ഇത് വല്ലാത്ത അറിയാ പഠിച്ചോന്. ഇതെന്താന്ന്? അയ്യേ, ഈ സാധനോ? ഇതെന്തൊരു സാധനം? മധുരമുള്ളതാ? ടേസ്റ്റ് ഉണ്ടാ? ഈ സാധനം എന്താ? ഈ ഇതാണ്ടല്ലോ, ഈ മരത്തിലുണ്ടാവുന്ന സാധനം കേട്ടാ. ഫുള്ളും ഉപ്പാടെ പൊട്ടിക്കുന്നുണ്ട് ഇവിടെ കുറെ. അവിടെ കുറെ ഉണ്ട് സാധനങ്ങളൊക്കെ കേട്ടാ. കുറെ പൊട്ടിച്ച് താത്ത് പോകുന്നുണ്ട്. ചിത്ത കുറച്ച് ആക്കുന്നുണ്ട്. ഈ സാധനം എന്തിന്റെ പേരെന്തുട്ടാ? ചിത്ത എന്തുട്ടിന്റെ പേരറിയില്ലേ? ഈ സാധനം തിന്നുണ്ടയ്യേ എപ്പോ കിടന്ന് വളർത്തുന്നോ? ഇത് തന്നെയാണോ? ഇത് നല്ലതാണോ? ഇതിന്റെ പേരെന്താന്ന് ആർക്കെങ്കിലും അറിയോ? ഇതാണ് അതിന്റെ മരം കേട്ടാ. ഇതാണ് അതിന്റെ മരം, ഇതാണ് അതിന്റെ ഇല. ഒരു പേരയുടെ ഇല ആ ടൈപ്പ് വരുന്നോ? എന്താ പേരെന്നറിയില്ല. ആർക്കെങ്കിലും ഈ സാധനം അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടാ. എനിക്കറിയാം, ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഈ സാധനം. ചിത്തൊക്കെ കഴിക്കലുണ്ടെന്നാണ് ചിത്ത് പറയുന്നത്. വേണ്ടത് പിന്നെ എന്തിനാ കളഞ്ഞാ? വേണ്ടെങ്കിൽ തിന്നോ? തിന്നെന്നാണ് ചിത്ത് പറയുന്നത് കേട്ടാ. വേണ്ട മൊത്തം വായിക്കൂടാ. ഉമ്മ തിന്നോ? മധുരണ്ടാ? ഇതിന്റെ പേരെന്തുട്ടാ? ഇതിന്റെ പേരെന്തുട്ടാ? മൊത്തം കൊടുക്കല്ലേ? എങ്ങനെ കൊടുക്കല്ലേ? അത് ചിലപ്പോ ഒറ്റ ഇറക്കല്ലേ ഇറക്കൂട്ടാ. അവര് കഴിക്കട്ടെ അല്ലേ? അപ്പൊ അവര് കഴിക്കട്ടെ കേട്ടാ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങള് അല്ലേ? ഇനി കഴിഞ്ഞില്ലേ? ഇനി നേരെ കൊല്ലം കൊണ്ടാക്കിട്ട് പോലെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമുക്ക് നേരെ പോവാം. പിന്നെ നമുക്കേ സത്യം പറഞ്ഞാൽ എന്താ വെച്ചാല് നമുക്ക് അധികം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സമയം കിട്ടിയില്ല. അതാണ് മെയിൻ. ഒരുപാട് സമയം കിട്ടിയില്ല. അവിടെ കുറെ സ്പെൻഡ് ചെയ്ത് നമ്മുടെ മൂത്തന്മാരും അവരൊക്കെ നമ്മുടെ കുറെ പേരുള്ളത് കൊണ്ട് നമ്മൾ അവരെ പോയി കാണാനും പിടിക്കാനൊക്കെ പോയി. അപ്പൊ നമുക്ക് ഇവിടെ അധികം കാണാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ടല്ലോ. ഓരോ ഫെസ്റ്റിവലിൽ നമുക്ക് ഇൻഷാ ഓരോ വീഡിയോസ് ഒക്കെ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്നെ പോവാൻ നോക്കാം അല്ലേ? എന്നാ പോവല്ലെന്നാ? കഴിഞ്ഞില്ല? പോവല്ലേ? ഹലോ സുസ്മി, ഹലോ. പോവാ? ടാറ്റ കൊടുത്തോ? ടാറ്റാ, ബൈ ബൈ. പോവാ അല്ലേ? പോവല്ലെന്നാ? ഓക്കെ, ബൈ ബൈ. വീട്ടിൽ പോയി കാണാം. ശരി. ബൈക്കേ നമ്മുടെ ഈ ഭാഗത്ത് ഫുള്ളും തിരക്കാട്ടോ. ഭയങ്കര ബ്ലോക്ക് പിടിച്ച് ഈ ഭാഗത്ത് ഫുള്ളും കണ്ടല്ലേ. അടിപൊളി കേസൊക്കെയാ. ഭയങ്കര ബ്ലോക്കാ ആണല്ലേ. പൂങ്കുന്ന കഴിഞ്ഞിട്ടേ നേരെ വരുന്ന വഴിക്കുണ്ട് ബസ്സുകാരുണ്ടല്ലോ. നേരെ റോങ് എടുക്കും. ബസ്സുകാരെ റോങ് എടുത്തിട്ട് നല്ല കണക്കിനാണ്ട് കിട്ടിയിട്ടുണ്ട് ബസ്സുകാരനായിട്ടാ. വീട് എടുത്തിട്ടില്ല. നമുക്ക് ആരുടെ മേത്ത ശരിയെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മുടെ ചേട്ടന്മാർ ചോദിച്ചപ്പോ ചേട്ടന്മാര് പറയല്ലേ ബ്രോ ബസ്സുകാരനല്ലേ? ബസ്സുകാരുണ്ട് റോങ് അല്ലേ? അപ്പൊ നമുക്ക് അറിയാൻ പാടില്ല. ജസ്റ്റ് വന്നപ്പോ ഒന്ന് എടുത്താണ് കേട്ടോ. ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആകണ്ടില്ലേ? ഇത് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു. ഇപ്പോൾ കുറച്ച് റിലീസായിട്ട് അങ്ങനെ നമ്മള് വീടെത്തിയിട്ടാ. വീട് ഇപ്പൊ എത്തിയിട്ടുള്ളൂ. വീട് ഇപ്പൊ സമയം കണ്ടില്ലേ 9:45 കേട്ടാ. അത് കുറച്ച് ഭയങ്കര ബ്ലോക്കും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൂങ്ങത്ത് അവിടെ ഒരു ബസ്സുകാരൻ്റെ വക ചെറിയൊരു ബസ്സുകാർക്ക് എപ്പോഴും കുറച്ച് ഇടങ്ങേറ് കുറച്ച് കൂടുതലാണ്. ബസ്സുകാർ കുറച്ച് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബ്ലോക്കിൽ വിട്ടിട്ട് കുറേ അവിടെ പോസ്റ്റായിട്ടാണ്. അപ്പോൾ ബസ്സുകാരെ നല്ല കിട്ടൽ നല്ല അടി കിട്ടി അവിടെ. ബസ്സുകാർ നല്ല കിട്ടൽ കിട്ടുകയും ചെയ്തു. വീഡിയോ എടുത്തിട്ടില്ല. നല്ല കിട്ടൽ കിട്ടി ബസ്സുകാരനൊക്കെ. ബസ്സുകാരൻ്റെ റോങ്ങാണ്. ആ ബസ്സുകാരെ കിട്ടിയപ്പോൾ ബസ്സുകാരെ പതുക്കണ്ട് പോയി. സത്യം പറഞ്ഞാൽ അതുണ്ടായത്. ഇപ്പോൾ ബസ്സുകാരൻ എനിക്ക് താഴെന്ന് കണ്ട് പോയി മിഠായി മേടിച്ചിങ്ങോട്ടാണ് പോയി. അതുണ്ടായത്. അപ്പോൾ അങ്ങനെ അപ്പോൾ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്, റാത്തായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് അല്ലേ? വീഡിയോ വൈൻഡപ്പ് അല്ലേ? ഓക്കെ. എന്താ പറയാനുള്ളത്? എന്താ പറയാ, വയ്യാണ്ടായി. എനിക്ക് ഭയങ്കര ക്ഷീണം, തലവേദന എടുത്തിട്ടേ ഡയറക്റ്റ് വെയിലും അങ്ങനെ കൊണ്ടിട്ട്. ഉമ്മക്കൊന്നും കുഴപ്പമില്ല. അമ്മയൊക്കെ വണ്ടിയിലിരുന്ന് സുഖമായിട്ട് ഉറങ്ങി. കുഴപ്പമില്ല. എന്നാലും പരിപാടികളൊക്കെ അതിഗംഭീരമായി കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. സന്തോഷം. അപ്പൊ എല്ലാവരെയും കാണാൻ പറ്റി. ഭക്ഷണം
കാര്യങ്ങള് രാവിലെ പോയി വൈകുന്നേരത്തോട് പരിപാടി തീർന്നു. നല്ല റാഹത്തോടെ അൽഹംദുലില്ലാ ഒക്കെ വിചാരിക്കാത്തവരെല്ലാവരും വന്നു. നമ്മൾ വിളിച്ചവരെല്ലാവരും വന്നു. ഒക്കെ റാഹത്തായില്ലേ പരിപാടി? ഒക്കെ നല്ല ഓക്കെ. റാഹത്തായി. ഇപ്പൊ ഇതൊക്കെ എത്തിയേ ഉള്ളൂ. നല്ല ചൂടാറ് 6 മണിക്കാണ് ഇറങ്ങിയതാണ്. 6 മണിക്കല്ല, 6 മണിക്കോ? 7 മണിക്ക്, 8 മണിക്ക്. കൊല്ലംകോട് 7 മണിക്ക് ഇറങ്ങിയേ? കൊല്ലംകോട്ട് 7 മണിക്ക് ഇറങ്ങിയിട്ട് അയാളെ കൊണ്ട് കൊല്ലംകോട് ആക്കി കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 7 മണി. ഇപ്പം എത്ര സമയം? 9:45. അപ്പോൾ 7 മണിക്കാണ് കൊല്ലംകോടുന്ന് ചിത്തുവിനെ കൊണ്ടാക്കിയിട്ട് നമ്മൾ ഇറങ്ങുന്നിട്ടാ. അപ്പോൾ ഇപ്പം സമയം 8, 9, 9:45. അതെച്ചാൽ 2-2.5 മണിക്കൂർ മതി. പിന്നെ കുറച്ച് ബ്ലോക്ക് 2.5 മണിക്കൂറല്ല, 2.5 മണിക്കൂർ മതി അല്ലേ? നല്ല റോഡൊക്കെ ആയതുകൊണ്ട് അത്ര മതി. കൊല്ലംകോട് എന്നല്ല, അത്ര മതിയാവും. പിന്നെ ബ്ലോക്ക് കിട്ടിയോണ്ട് കുറച്ചൊക്കെ നിന്ന് മാത്രം അങ്ങനെ. ഭയങ്കര ബ്ലോക്കാ. അപ്പോൾ ഇത്രയും ഉള്ളിൽ എന്നാൽ പിന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ ഓക്കെ, അടുത്ത വീഡിയോസ് ആയിട്ട് പിന്നെ വരാം അല്ലേ? പിന്നെ വരാം. ബൈ.